السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه وكماله، والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله وسلم عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا أما بعد. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കുമെല്ലാം അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മൾ നിർവഹിച്ച വളരെ തുച്ഛമായ ഇബാദത്തുകൾ, അതിൻ്റെ എല്ലാ പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് റബ്ബ് നമ്മിൽ നിന്നും അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിലെ അവസാന സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞു, സൂറത്തുൽ നാസിൽ തുടങ്ങി. അവസാനത്തെ ക്ലാസ്സിലൂടെ സൂറത്തു ഖുറൈശ് വരെ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. കൗസർ വരെ നമ്മൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാനുള്ളത് സൂറത്തുൽ മാഊൻ ആണ്. സൂറത്തുൽ മാഊൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചെറിയ സൂറത്തുകളിൽ ഒന്നാണ്. 107-ാം അധ്യായം ആണ് സൂറത്തുൽ മാഊൻ. എന്താണ് മാഊൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം? മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ എന്നാണ് ആ പേരിന്റെ അർത്ഥം. സൂറത്തുൽ മാഊൻ എന്നാണ് സൂറത്തിന്റെ പേര്. അപ്പോ നമുക്കറിയാം, ഇതില് വിശുദ്ധ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കളെ അവർ മുടക്കുന്നവരാണ് എന്ന് ആരെക്കുറിച്ച്? അവരുടെ മുനാഫിഖീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ആ പേര് സൂറത്തിൽ വരാനുള്ള കാരണം. ഈ സൂറത്ത് മക്കിയത്താണ്. ഹിജ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്താണ്. ഇതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ചില മുൻഗാമികളൊക്കെ ഇത് മദനിയ്യത്താണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇതിലെ ആദ്യത്തെ 3 ആയത്ത് മക്കിയത്തും ബാക്കിയുള്ളത് മദനിയ്യത്തുമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സൂറത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, പരലോകത്തെ കളവാക്കുന്ന ആളുകൾ, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളെ, അവരുടെ ആ പരലോകത്തെ കളവാക്കുക എന്ന പ്രവർത്തനം, അത് എത്രത്തോളം വലിയ അത്ഭുതമുള്ള പ്രവർത്തനമാണ്, എങ്ങനെയാണ് അവർക്ക് പരലോകത്തെ കളവാക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു അത്ഭുതം കോറിക്കൊണ്ട് അതിനോടുള്ള ഒരു എതിർപ്പും അതിനെ ശക്തമായി ആ ഒരു പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപലപിക്കുകയാണ് ഈ സൂറത്തിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനത്തിന്റെ എത്രത്തോളം നന്ദി കെട്ട മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവർക്കുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് സൂറത്ത് ഓതാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഞാനെന്ന് ആദ്യം ഓതിത്തരാം, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين
الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്? ഒന്നാമത്തെ ആയത്ത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അവിടെ റാ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. റ റ മലയാളത്തിൽ പറയണ റാ എന്ന് പറയരുത്. റാ റാ എങ്ങനെ പറയാ? റാ. അറഅയ്ത അറഅയ്ത ത എന്ന് പറയരുത്. ത അറഅയ്ത അറഅയ്ത പറഞ്ഞോട്ടെ. അല്ല റാ റാ റാ. എന്ത് ചെയ്യാ? വായ നിറച്ച് പറയാം. റാ അറഅയ്ത. അതുപോലെ യുകദ്ദിബു ദാലാണ്, പുള്ളിയുള്ള ദാലാണ് അല്ലെ. യുകദ്ദിബു പുള്ളിയുള്ള ദാൽ ഉച്ചരിക്കുമ്പോ മേലത്തെ പല്ലിന്റെ താഴ്ഭാഗത്ത് അങ്ങനെയാണ് ഉച്ചരിക്കുക. യുകദ്ദിബു പറഞ്ഞോട്ടെ. യുകദ്ദിബു. നാവ് എവിടെ വേണം? രണ്ട് പല്ലിന്റെ ഇടയിൽ ഉണ്ടാകണം. യുകദ്ദിബു ബിദ്ദീൻ. പിന്നെ ഫദാലികല്ലദീ യദ്ഉൽ യതീം. യദ്ഉ ഐന് ശദ്ദുണ്ട്. യദ്ഉൽ യതീം എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അർത്ഥം മാറും. യദ്ഉൽ യതീം പറഞ്ഞോട്ടെ. യദ്ഉൽ യതീം. ദാലിന് ദമ്മാണ്. യദു യദ്ഉൽ യതീം. വലാ യഹുദ്ദു അവിടെയും ദാദിന് ശദ്ദുണ്ട്. ദാദ് ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം? യഹുദ്ദു യഹുദ്ദു യഹുദ്ദു. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. വലാ യഹുദ്ദു പറയ്. അതുപോലെ ത്വആം എന്ന് പറയുമ്പോ തോ എന്ന് പറയരുത് അല്ലെ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ തോ എന്ന് ചുണ്ട് കൂർപ്പിച്ച് പറയരുത്. വായ നിറച്ച് പറയാം. നാവിന്റെ പിൻഭാഗം മേലോട്ട് ഉയർത്തി പറയാം. മാഷാ അല്ലാഹ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അപ്പോ നെ പറയാൻ വേണ്ടി നാവിന്റെ പിൻഭാഗവും മധ്യഭാഗമൊക്കെ ഉയർത്തണം എന്ന് വെച്ച് എല്ലാ അക്ഷരങ്ങളും അങ്ങനെ ഉച്ചരിക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ നേർപ്പിച്ച് ഉച്ചരിക്കണം. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ എന്ന് പറയരുത്. മനസ്സിലായില്ലേ? എങ്ങനെ പറയണം? വലാ യഹുദ്ദു അലാ മാത്രം കനപ്പിക്കാം. തആമിൽ മിസ്കീൻ. തആമിൽ എന്ന് പറയരുത്. തആമിൽ മിസ്കീൻ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ എന്നാണ് പറയേണ്ടത്. അപ്പൊ ആ മൂന്നായത്ത് നമുക്കൊന്ന് ഓതാ. ഞാൻ ഓതിത്തരാം, നിങ്ങൾ ഓതാ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. أرأيت الذي يكذب بالدين. فذلك الذي يدعو اليتيم. فذلك الذي يدعو اليتيم. فذلك الذي يدعو اليتيم. ولا يحض على طعام المسكين. ولا يحض على طعام المسكين. ولا يحض على طعام المسكين.
ഇനി അടുത്ത ആയത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫവൈലുൻ എന്നുള്ളിടത്ത് എന്തുണ്ട്? ദമ്മു തൻവീൻ ഉണ്ട് അല്ലേ? ഇവിടെ ഫവൈലുൻ ഫവൈലുൻ ഇവിടെ രണ്ട് ദമ്മാണ്, ദമ്മു തൻവീനാണ് അല്ലേ? തൻവീൻ നമ്മള് വൈലുൻ എന്നാണ് സാധാരണ പറയാ, ഫവൈലുൻ. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെ പറയാ? അവിടെ ഹർക്കത്തൊക്കെ ഇടാൻ മറന്നാണ്. ഇവിടെ നമ്മൾ എങ്ങനെ പറയാ? ഇവിടെ ഒരു ദമ്മ് ഉച്ചാരണം എങ്ങനെയെന്ന് വെച്ചാൽ ഇതാണ് എഴുത്ത്, ഉച്ചാരണം എങ്ങനെ വെച്ചാൽ ഒരു ദമ്മ് പോവും. നീ പറ ഫവൈലുൻ എന്ന് പറയോ? ലുൻ പറയോ? പറയൂല. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ആ തെൻവീനാണ് ശേഷമുള്ള ലാമിന്റെ ശദ്ദായി മാറിയത്. മനസ്സിലായില്ലേ? ആ ലാമിന് ശദ്ദ് വരാൻ കാരണം എന്താ? ആ തെൻവീന് ശേഷമുള്ള ലാമിൽ ലയിച്ചു. മനസ്സിലായില്ലേ? ആ തെൻവീന് ശേഷമുള്ള ലാമിൽ ലയിച്ചപ്പോൾ അവിടെ ഒരു ശദ്ദ് വന്നു. ഫവൈലുൽ ലിൽ മുസല്ലീൻ. അതുപോലെ മുസല്ലീൻ എന്ന് പറയുമ്പോൾ സാദാണ് അല്ലേ? പറയട്ടെ, സോ എന്ന് പറയരുത്, ചുണ്ട് കൂർപ്പിക്കരുത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. അടുത്ത ആയത്ത് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അൻ സ്വലാത്തിഹിം, ഇവിടെ ഈ നൂനിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം, അവ്യക്തമാക്കണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുക അല്ലേ? ഉദ്ഉ ഇലല്ലാഹി തദർറുഅൻ വഖുഫിയ. എന്താ ഖുഫിയ പറഞ്ഞാൽ? ഗോപ്യമായി, ശബ്ദമില്ലാതെ, അവ്യക്തമായി. അതാണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ, അവ്യക്തമാക്കുക. എങ്ങനെ അവ്യക്തമാക്കണം? ബിഗുന്ന. എന്താ ഗുന്ന പറഞ്ഞാൽ? മണിക്ക, മണിച്ചുകൊണ്ട് അവ്യക്തമാക്കണം. അപ്പൊ ഈ നൂൻ നമ്മൾ എങ്ങനെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക? അൻ സ്വലാത്തിഹി എന്ന് പറയരുത്, അപ്പൊ വ്യക്തമായി. അൻ എന്ന് പറഞ്ഞാൽ എന്തായി? നൂന് വ്യക്തമായി. അവ്യക്തമാവണം, പിന്നെ മണിക്കണം. അൻ സ്വലാത്തിഹിം, അൻ സ്വലാത്തിഹിം. എങ്ങനെ പറയരുത്? അൻ സ്വലാത്തിഹിം പറയാൻ പറ്റുമോ? പറ്റൂല. അൻ സ്വലാത്തിഹി അല്ല, അപ്പൊ വ്യക്തമായി. അവ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യണം? മണിക്കണം. എന്താ കാരണം? ശേഷം സ്വാദ് വന്നു, ശേഷം സ്വാദ് വന്നു. സ്വാദ് എന്ന അക്ഷരം സുക്കൂനുള്ള നൂനിനോ തെൻവീനോ ശേഷം വന്നാൽ അവ്യക്തമാക്കേണ്ട, സുക്കൂനുള്ള നൂനും തെൻവീനും അവ്യക്തമാക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ് സ്വാദ്, ഇഖ്ഫാ ചെയ്യേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പം സ്വലാത്തിഹിം, സ്വലാത്തിഹിം സാഹൂൻ. അതുപോലെ സ്വാദിന്റെ, സ്വലാത്തിന്റെ സ്വാദും ശേഷമുള്ള സാഹൂന്റെ സീനും രണ്ടും രണ്ടാണ് അല്ലേ? ഇത് നാവിന്റെ മധ്യഭാഗം മേലോട്ട് ഉയർത്തി വായ നിറച്ച് പറയണം, എന്നാൽ ഇതോ, ഇത് നേർപ്പിച്ച് പറയണം, സാഹൂൻ, സാഹൂൻ. എങ്ങനെ പറയുന്നത്? സോഹൂൻ എന്ന് പറയരുത്, സാഹൂൻ, സാഹൂൻ എന്ന് എന്താ പറയാ, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. الذين هم عن صلاتهم ساهون. عن പറയരുത്, عن صلاتهم, عن صلاتهم. الذين هم عن صلاتهم ساهون. സാഹൂൻ അല്ല, സാഹൂൻ. الذين هم عن صلاتهم ساهون. അപ്പൊ സ്വലാത്തിന്റെ സ്വാദ് സായി പോയി. സ്വലാത്തിന്റെ സാ കനപ്പിച്ച് പറയണം, എന്നാൽ സാഹൂന്റെ സാ നേർപ്പിച്ച് പറയണം. الذين هم عن صلاتهم ساهون. بارك الله فيكم. ഇനി അടുത്തത് الذين هم يراءون.
അവിടെ എങ്ങനെ ഓതേണ്ടത്? യുറാഊൻ. ഇവിടെ മദ് വന്നു, മദ്ദിന് ശേഷം ഹംസ വന്നു. രണ്ടും ഒരു പദത്തിലാണ്. മദ്ദും ഹംസയും ഒരു പദത്തിലാണ്. അങ്ങനെ വന്നാൽ 4 5 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. യുറാഊൻ എന്ന് കുറച്ചധികം നീട്ടണം. അല്ലദീന ഹും യുറാഊൻ. الذين هم يراءون الذين هم يراءون ويمنعون الماعون ويمنعون الماعون ويمنعون الماعون. മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിദ്ദീൻ യദ്ഉൽ യതീം തആമിൽ മിസ്കീൻ ലിൽ മുസല്ലീൻ സാഹൂൻ യുറാഊൻ അൽ മാഊൻ എന്നൊക്കെ പറഞ്ഞ അവസാനം ആയത്തുകൾ അവസാനിക്കുമ്പോഴുള്ള നീട്ടൽ അവിടെ നമുക്ക് എങ്ങനെ നീട്ടേണ്ടത്? എത്ര ഹർക്കത്താ നീട്ടേണ്ടത്? 3 ഓപ്ഷൻ ഉണ്ട്. 3 ഓപ്ഷൻ. ഒന്നിക്ക് 2 നീട്ടാം, അല്ലെങ്കിൽ 4 നീട്ടാം, അല്ലെങ്കിൽ 6 നീട്ടാം. നമ്മൾ ആദ്യത്തെ ആയത്ത് എങ്ങനെ നീട്ടുന്നോ അവസാനം വരെ അങ്ങനെ നീട്ടാം. നമ്മൾ ബിദ്ദീൻ എന്ന് ഓതുന്നുള്ളെങ്കിൽ പിന്നെ അവസാനം വരെ ആ അളവിലെ നീട്ടാൻ പറ്റുള്ളൂ. യതീം, മിസ്കീൻ, മുസല്ലീൻ, സാഹൂൻ അങ്ങനെ നീട്ടാൻ പറ്റുള്ളൂ. മഊൻ എന്നാ തുടക്കത്തിൽ നമ്മൾ കുറച്ചധികം ബിദ്ദീൻ എന്ന് കിട്ടിയാലോ അവസാനം വരെ അളവിൽ നീട്ടാം. അൽ യതീം, അൽ മിസ്കീൻ, അൽ മുസല്ലീൻ അങ്ങനെ അധികം നീട്ടാം. എത്രയാണോ നമ്മൾ ആദ്യം നീട്ടുന്നത് അതന്നെ അവസാനം വരെ ആ അളവിൽ നീട്ടാം. അതിനാണ് അൽ മദ്ദുൽ ആരിദ് ലിസ് സുകൂൻ എന്നാണ് അതിന് പറയാം. അപ്പൊ നമുക്ക് എന്താണ് ഈ സൂറത്തിന്റെ അർത്ഥം? നമുക്കൊക്കെ കുറെയൊക്കെ പരിചയം ഉണ്ടാവും അല്ലെ? എന്താണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ? എന്താ അർത്ഥം? അറഅയ്ത എന്താ അർത്ഥം? നീ കണ്ടുവോ? റഅ എന്ന് പറഞ്ഞാ കണ്ടു. റഅ കണ്ടു. റഅയ്ത എന്ന് പറഞ്ഞാൽ റഅയ്ത നീ കണ്ടു. റഅയ്ത പറഞ്ഞാൽ നീ കണ്ടു. അറഅയ്ത പറഞ്ഞാലോ നീ കണ്ടുവോ? ചോദ്യമാണ്. നീ കണ്ടുവോ? അറഅയ്ത അല്ലദീ ഒരുത്തനെ നീ കണ്ടുവോ? എങ്ങനെയുള്ള ഒരുത്തൻ? യുകദ്ദിബു അവൻ കളവാക്കുന്നു. അപ്പൊ കളവാക്കുന്ന ഒരുത്തനെ നീ കണ്ടുവോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. എന്തിനെ കളവാക്കുക? ദീൻ എന്ന് പറഞ്ഞ ഇവിടെ ദീനല്ല. ദീൻ എന്ന് പറഞ്ഞ മതം എന്നുള്ള അർത്ഥമല്ല. മാലികി യൗമിദ്ദീൻ അവിടുത്തെ ദീൻ എന്താ അർത്ഥം? പ്രതിഫലം നാൾ, പരലോകം. പരലോകത്തെ പ്രതിഫലത്തെ, പരലോകത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? പ്രതിഫലത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ദീൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? 2 കാര്യമാണ്. മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ മാലികി യൗമിൽ ഹിസാബി വൽ ജസാ. 2 കാര്യങ്ങളാണ്. ഒന്ന് ഹിസാബ്, 2 ജസാ. എന്താ ഹിസാബ് പറഞ്ഞാൽ? വിചാരണ. എന്താ ജസാ എന്ന് പറഞ്ഞാൽ? പ്രതിഫലം. അപ്പൊ വിചാരണ ചെയ്ത് പ്രതിഫലം നൽകുന്ന ദിവസത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ഒരു വിചാരണയും പ്രതിഫലവും ഉണ്ടെന്നതിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ബിദ്ദീൻ എന്ന് പറഞ്ഞാൽ വിചാരണയെയും പ്രതിഫലത്തെയും കളവാക്കുന്നവനെ നീ കണ്ടു എന്ന് വെച്ചാൽ പരലോകത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായും പിന്നെ ശേഷം ഉമ്മത്തിനോടുമായും ചോദിക്കുകയാണ്. അവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താണ്? ആരാണ്? ഫദാലിക അപ്പോൾ അവൻ ആരാണ്? അല്ലദീ അവൻ ഒരുത്തനാണ്. അവൻ ഒരുത്തനാണ്. യദ്ഉ എന്ന് പറഞ്ഞാൽ യദ്ഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയുക എന്നാണ് അർത്ഥം. തള്ളിക്കളയുക.
തള്ളിക്കളയുക, അതായത് ശക്തമായി ശിദ്ധത്തോടുകൂടി ശക്തിയോടുകൂടി ആട്ടിയകറ്റിയ തള്ളി മാറ്റണീന എന്ത് പറയാ എന്ന് പറയാം. അങ്ങനെ തള്ളി മാറ്റുന്ന, അവഗണിച്ച് അങ്ങേയറ്റം തള്ളി മാറ്റുന്നവൻ, ശക്തിയോടുകൂടി പരുക്കൻ സ്വഭാവത്തോടുകൂടി തള്ളി മാറ്റുന്നവനാണ് അവൻ. ആരെ? അൽ യതീം. ആരെ? യതീമിനെ, അനാഥ കുട്ടികളെ, അനാഥക്കുട്ടിയെ തള്ളി മാറ്റുന്നവനത്രേ, തള്ളിക്കളയുന്നവനത്രേ അവൻ. ആരാണ്? പരലോകത്തെ കളവാക്കുന്നവൻ, പ്രതിഫലത്തെ കളവാക്കുന്നവൻ. യദ്ഉൽ യതീം. പിന്നിട്ട് വന്നിട്ട് പിന്നെന്താ പറയണേ? വലാ യഹുദ്ദു. അവന്റെ അടുത്ത ഗുണം എന്താ? അവന്റെ അടുത്ത വിശേഷണം എന്താ? വലാ യഹുദ്ദു. ഹല്ല യഹുദ്ദു എന്ന് പറഞ്ഞാൽ ഹസ്സ എന്നാണ് അർത്ഥം. ഹസ്സ പ്രേരിപ്പിക്കുക. വലാ യഹുദ്ദു. അവൻ പ്രേരിപ്പിക്കുന്നില്ല. അവൻ അനാഥക്കുട്ടിയെ ആട്ടിയകറ്റുന്നു, പ്രേരിപ്പിക്കുന്നുമില്ല. വലാ യഹുദ്ദു അലാ എന്തിന്റെ മേൽ? തആം. ഭക്ഷണം. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവൻ പ്രേരണ നൽകുന്നില്ല. ആരുടെ ഭക്ഷണം? തആമിൽ മിസ്കീൻ. എന്താ? പാവപ്പെട്ടവൻ, അഗതി, അല്ലെ? പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവൻ പ്രോത്സാഹനം നടത്തുകയും ചെയ്യുന്നില്ല, അതിനുള്ള പ്രേരണ കൊടുക്കുകയും ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ഇതും ആരുടെ വിശേഷണമാണ്? പരലോകത്തെ കളവാക്കുന്നവന്റെ വിശേഷണമാണ്. അനാഥക്കുട്ടിയെ ആട്ടിയകറ്റും. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് എന്ത് കൊടുക്കൂല? പ്രേരണ കൊടുക്കൂല. പിന്നെയോ? പിന്നെന്താ പറഞ്ഞേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. അപ്പോൾ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. വൈലുൻ. എന്താ വൈൽ? നാശം, ശിക്ഷ, നരകത്തിലെ ഒരു താഴ്വരയാണ് എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളും കാണാൻ സാധിക്കും. അപ്പോ നാശമാണ്, ശിക്ഷയാണ് ഉള്ളത്, അല്ലെങ്കിൽ നരകത്തിലെ ഒരു താഴ്വരയാണ് ഉള്ളത്. ആർക്ക്? ലിൽ മുസല്ലീൻ. ആർക്ക്? നിസ്കരിക്കുന്നവർക്ക്. നിസ്കരിക്കുന്നവർക്കുള്ളത് എന്താ? നാശമാണ്, ശിക്ഷയാണ്, അല്ലെങ്കിൽ നരകത്തിലെ ഒരു താഴ്വരയാണ്. ഇനി ഏതാണ് നിസ്കാരം? അല്ലദീന. ഏത് നിസ്കരിക്കുന്ന ആളുകൾക്കായി? അല്ലദീന. അവർ എങ്ങനെയുള്ളവരാണ്? അല്ലദീനഹും. അവരാകുന്നു അൻ സ്വലാത്തിഹിം. അവരുടെ നിസ്കാരത്തെ കുറിച്ച്, കുറിച്ച്, നിസ്കാരത്തെ തൊട്ട്, സ്വലാത്ത് നിസ്കാരം, ഹിം അവരുടെ നിസ്കാരത്തെ കുറിച്ച് അവർ എങ്ങനെയുള്ളവരാണ്? സാഹൂൻ. എന്താ സാഹൂൻ? അശ്രദ്ധരായവരാണ്, ശ്രദ്ധയില്ലാത്തവരാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്ത നിസ്കാരക്കാർക്ക് നാശം, ശിക്ഷ. നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്, വിശദീകരണ തഫ്സീർ നമ്മൾ പറയും. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരായ ആളുകൾക്ക് എന്ത്? നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് തന്നെ നാശം. നിസ്കരിക്കുന്നവരാണ്, മുസല്ലീനാണ്, നിസ്കാരമുണ്ട്, പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്ക് എന്തില്ല? ശ്രദ്ധയില്ല. ശ്രദ്ധയില്ലായ്മ പണ്ഡിതന്മാരിൽ ഒന്നാമത് എണ്ണിയത് എന്താ? ഒന്നാമത് എണ്ണിയത് നിസ്കാരം സമയത്ത് നിർവഹിക്കാതൊക്കെ, സമയം തെറ്റിച്ച് നിസ്കരിക്കുക. ഒരു നിസ്കരിക്കുന്നവരാണ്, പക്ഷെ സമയം തെറ്റിച്ചാണ് നിസ്കരിക്കുന്നത്, അവർക്ക് നാശം. പിന്നെ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ റുക്നുകളും ഷർത്തുകളും വാജിബാത്തൊന്നും പാലിക്കാതെ ശ്രദ്ധയില്ലാതെ എങ്ങനെങ്കിലും കോഴി കൊത്തുന്ന പോലെ കുത്തുക എന്നൊക്കെ റസൂലുള്ളാഹി ഹദീസിൽ പഠിപ്പിച്ച നിസ്കാരം, മുനാഫിഖീങ്ങളുടെ നിസ്കാരം എന്നൊക്കെ റസൂൽ ഹദീസിലൂടെ പഠിപ്പിച്ച നിസ്കാരം. അങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന ആളുകളൊക്കെ എന്താ? നിസ്കരിക്കുന്നവരാണ്, പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് നാശം. ഫൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എന്നിട്ടോ പിന്നെന്താ അവരുടെ അടുത്ത പ്രത്യേകത എന്താ? ആ നിസ്കാരക്കാരുടെ അടുത്ത പ്രത്യേകത എന്താ? അങ്ങനെ നിസ്കരിക്കുന്ന അശ്രദ്ധരായ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരായ നിസ്കരിക്കുന്ന ആളുടെ പ്രത്യേകത എന്താ? അല്ലദീന. അവരാകുന്നു യുറാഊൻ. എന്താ യുറാഊൻ എന്ന് പറഞ്ഞാൽ? കാണിക്കാൻ വേണ്ടി ചെയ്യാം, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം, പ്രകടനപരത, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവർ. അപ്പോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധ എന്ന് മാത്രമല്ല, നിസ്കരിക്കണതന്നെ എന്തിനാ? ആളുകളെ കാണിക്കാനാണ്, റിയാഇന് വേണ്ടിയാണ്. ആളുകളുടെ ഇഷ്ടം കിട്ടാനും തൃപ്തി കിട്ടാനും, ആളുകളെ കാണാനും, ആളുകളെ പ്രശംസിക്കാനും, ആളുകളെടുത്തുനിന്ന് വല്ലതൊക്കെ നേടാനൊക്കെ വേണ്ടി നിസ്കരിക്കുക. അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അവരുടെ പിന്നെ അടുത്ത പ്രത്യേകതയാണ് നരകം കിട്ടുന്ന, ശിക്ഷ കിട്ടുന്ന
നശിച്ചു പോകുന്ന ആളുകൾ അടുത്ത പ്രത്യേകതയാണെന്ത്? വയംനഊൻ. മനഅ എന്ന് പറഞ്ഞാൽ മനഅ തടയ, യംനഊൻ എന്ന് പറഞ്ഞാൽ അവർ തടയുന്നു. എന്തിനാ? അൽ മാഊൻ, പരോപകാര വസ്തുക്കളെ അവർ തടയുന്നു. പരോപകാര വസ്തുക്കളെ അവർ തടയുന്നു. അതായത് മുഫസ്സിരിങ്ങൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഈ പിന്നെ കൈക്കോട്ട്, പിക്കാസ്, ബക്കറ്റ്, കോപ്പ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. അയൽവാസിയൊക്കെ ആവശ്യം ഉണ്ടാവുമ്പോ കൊടുക്കാത്ത ആളുകൾ, അതാണ് പരോപകാര വസ്തുക്കളെ തടയാന്ന് പറഞ്ഞാൽ. അപ്പൊ അത് വായ്പ ഒരു ഉപയോഗത്തിന് കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം വരാണ്ടോ? ഇല്ല, അത് തിരിച്ച് ഓരോ ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് കിട്ടും. പക്ഷെ അതുപോലും കൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ദീൻ അത് ഈ ആയത്ത് എന്നല്ല, ആ വിഷയത്തിൽ അങ്ങനെ പ്രത്യേക ആയത്തുകൾ വേറെ തന്നെ വന്നുകണേ, അതൊക്കെ ഇതിൽ വരും. ഇവിടെ സ്വത്ത് പൂഴ്ത്തി വെക്കുക എന്നുള്ളതിനേക്കാളും ഈ ആയത്തിൽ വരുന്ന എന്താ വെച്ചാൽ അതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. യതീം സ്വത്ത് പൂഴ്ത്തി വെക്കണം എന്നില്ല. യതീമിന് നമ്മളെ അനുഭവത്തിലും പരിചയത്തിലും പാവപ്പെട്ടവരെ യതീം കുട്ടികളുണ്ട്. അവരെ വിഷയം നമ്മൾ ഒരു പരിഗണന കൊടുക്കണില്ല. ഓല് നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മൾ പരിഗണിക്കുന്ന ആട്ടി അകറ്റിയാണ്, നമ്മൾ ഓരോ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ എന്തിന്റെ ആയത്തിന്റെ പരിധിയിൽ വരും. അല്ലാതെ ഓരോ സ്വത്ത് പൂഴ്ത്തി വെക്കൽ മാത്രമല്ല ആയത്തിന്റെ പരിധിയിൽ വരാം. യതീമിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ആട്ടി അകറ്റുന്നവരൊക്കെ പൈസ ഉണ്ടായിട്ടും സഹായിക്കാൻ സാധിക്കുന്നവരായിട്ടും അത് അവരെ ആട്ടി അകറ്റുന്നവരൊക്കെ അല്ല, അതൊക്കെ ഇതിന്റെ പരിധിയിൽ സ്വാഭാവികമായിട്ട് വരും. അതൊക്കെ സ്വാഭാവികമായിട്ട് യതീമീങ്ങളെ, അത് വേറെ തന്നെ ശക്തമായ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വേറെ യതീം കുട്ടികളെ സ്വത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും അത് പിന്നെ ഭക്ഷിക്കുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ ശക്തമായി താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു കാണാൻ സാധിക്കും. അത് ഈ ആയത്തിലല്ല, വേറെ ആയത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാ യക്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ എന്നൊക്കെ പറഞ്ഞ ആ ആശയത്തിലൊക്കെ ആയത്തുകൾ കാണാൻ സാധിക്കും. അവര് തീ മാത്രമാണ് അവർ ഭക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഏതാണെങ്കിലും അപ്പോ ഇതിലുള്ള പദങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ, ഒന്ന് ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കരുത്? മതം എന്ന അർത്ഥം ഇവിടെ മനസ്സിലാക്കരുത്. ഇവിടെ പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞ അർത്ഥം എന്താണ്? അൽ ജസാഉ വൽ ഹിസാബ്, അതായത് പ്രതിഫലവും വിചാരണയുമാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് സാധാരണ അറബിയിൽ പറയും ദിൻതുഹു ബിമാ സന, അവൻ പ്രവർത്തിച്ചത് ഞാൻ അവന് പ്രതിഫലം നൽകി എന്ന് പറയും. അവന് പ്രവർത്തിച്ചത് ഞാൻ അവന് പണിയെടുത്തിന് കൂലി കൊടുത്തു എന്ന് പറയും. അപ്പൊ ഇതിലുള്ള ഒരു പദം നമ്മൾ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഏറ്റവും ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും ഇതിന് വെച്ച അർത്ഥം എന്താണ്? പ്രതിഫലം, അതുപോലെ വിചാരണ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ വളരെ ചുരുക്കം മുഫസ്സിരീങ്ങൾ അൽ ഇസ്ലാം എന്ന അർത്ഥവും ആകാം എന്ന് പറഞ്ഞവരുണ്ട്. ഇനി യദ്ഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യദ്ഫഉ ബിശിദ്ദ, ശക്തമായ ഒരു കാര്യത്തെ തടുക്കണീനാണ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഭയങ്കര കടുപ്പത്തോടു കൂടി, ശക്തിയോടു കൂടി തടുക്കുക. അതുപോലെ ഹല്ല യഹുല്ലു പറഞ്ഞാൽ യഹുസ്സു യഅ്മുറു, പ്രേരണ നൽകുക, കൽപ്പിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് കുറച്ച് ഉറപ്പോടു കൂടി ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുക, നല്ല നിർബന്ധിച്ചൊരു കാര്യം ആവശ്യപ്പെടുക. അപ്പൊ നിർബന്ധിപ്പിച്ച് അല്ലെങ്കിൽ കുറച്ച് പിന്നെ ഒരു ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ കുറച്ച് ശക്തിയായി ആളുകളോട് എന്ത് കൊടുക്കൂല? മിസ്കീങ്ങളുടെ ഭക്ഷണത്തിന്റെ പ്രേരണ കൊടുക്കൂല. അപ്പം ശക്തമായ ആളുകൾക്കിടയിൽ ആളുകളോട് എന്ത് പ്രേരണ കൊടുക്കണം? മിസ്കീനുള്ള ഭക്ഷണത്തിന്റെ പ്രേരണ കൊടുക്കണം. ആ പദത്തിൽ നിന്ന് കിട്ടും. ഹല്ല എന്ന് പറഞ്ഞ പദത്തിന് ശക്തമായി പ്രേരണ കൊടുക്കുക എന്നർത്ഥം. വെറും പ്രേരണ കൊടുക്കലല്ല. പിന്നെ വൈൽ എന്ന് പറഞ്ഞാൽ ശിക്ഷ, അതുപോലെ നമ്മൾ പറഞ്ഞ നരകത്തിലെ ഒരു താഴ്വര എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ സാഹു എന്ന് പറഞ്ഞാൽ ലാഹൂൻ, മുത്തശാഗിലൂൻ എന്നൊക്കെയാണ് അർത്ഥം, അശ്രദ്ധരായവർ. അതിൽ ആ കാര്യത്തെ തൊട്ട് വേറെ കാര്യങ്ങളിൽ വ്യാപൃതരായവർ, അതിൽ ശ്രദ്ധയില്ല, വേറെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് അശ്രദ്ധരായി അവഗണിച്ച് പോകുന്ന ആളുകൾ. യുറാഉ എന്ന് പറഞ്ഞാൽ യഫ്അല ഷൈഅൻ ലിയറാഹുന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുക, അതാണ്. അതുപോലെ മാഉ എന്ന് പറഞ്ഞാൽ കുല്ലുമാ യുസ്തആനു ബിഹി വയൻതഫഉ ബിഹി, ആളുകൾ പരസ്പരം സഹായം ചോദിക്കുന്ന, ഉപകാരം എടുക്കുന്ന കാര്യങ്ങൾ. കൽ ഫഅസ്, ഈ പിന്നെ ഫഅസ് പറഞ്ഞാൽ എന്താ? മഴു പോലെ, ദൽവ്, ബക്കറ്റ് പോലെ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. മതാഇൽ ബൈത്ത്, വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഉപകരണങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കൾ, അതാണ് എന്ത്? മാഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിൽ പറയണത്
പരലോകത്തൊരു ശിക്ഷ വരാനുണ്ട് എന്നുള്ളതിനെ കളവാക്കുന്ന ആളുകളെ നീ കണ്ടുവോ? അപ്പൊ പരലോകത്തുള്ള ശിക്ഷയെ കളവാക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അതിന്റെ ശേഷം എന്താ? അള്ളാന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല, അള്ളാന്റെ വിലക്കുകളെ വെടിയാത്ത ആളുകളായിരിക്കും അവർ. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങൾ തൊട്ട് ശേഷം അള്ളാഹു പറയണം, ഫദാലികല്ലദീ യദ്ഉൽ യതീം, യതീമിനെ ആദരിക്കണം എന്ന കൽപ്പന അവരെന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. യതീമിനെ ശക്തമായി ആട്ടിയകറ്റണം. അപ്പൊ ഇവിടെ യതീമിനെ ആട്ടിയകറ്റുക എന്ന് പറഞ്ഞ ഇതിൽ ദഅ എന്നുള്ളിൽ രണ്ടർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഒന്ന്, അവന് ഭക്ഷണം കൊടുക്കുകയോ യതീമിന് ഭക്ഷണം കൊടുക്കുകയോ യതീമിന് നന്മ ചെയ്യുകയോ ചെയ്യാതെ ആട്ടിയകറ്റ. അപ്പൊ നമ്മളെ സമ്പത്ത് നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നതും നന്മ ചെയ്യണതൊക്കെ, അത് ചെയ്യാതിരിക്കാം. അത് അങ്ങനെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. മറ്റൊരു വിശദീകരണം, യതീമിന്റെ സമ്പത്ത് എന്ത് ചെയ്യാ, യതീമിന്റെ സമ്പത്ത് അവന് കൊടുക്കാതെ പിടിച്ചു വെക്കുകയും അത് പിന്നെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക, ദുരുപയോഗം ചെയ്യുകയും ചെയ്യുക. അതിൽ രണ്ടാമത് പറഞ്ഞാണ് ഏറ്റവും ശക്തമായ താക്കീത് വന്ന വിഷയം. യതീമിന്റെ ഹക്കന്നെ എന്ത് ചെയ്യുക, അവന് കൊടുക്കാതെ പിടിച്ചു വെക്കുക, അവനെ ആട്ടിയകറ്റുന്ന അവസ്ഥ. ഒന്നാമത് പറഞ്ഞതും ഗൗരവമുള്ളത് തന്നെയാണ്. പക്ഷെ രണ്ടാമത്തിന്റെ ഗൗരവം ഒന്നാമത്, കാരണം രണ്ടാമത്തെ യതീമിന്റെ ഹക്കന്നെ കൊടുക്കാതിരിക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഫദാലികല്ലദീ യദ്ഉൽ യതീം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താ, അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ഫജ്റിൽ വല്ലോ, കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം, അല്ല നിങ്ങൾ യതീമിനെ എന്ത് ചെയ്യുന്നില്ല, ആദരിക്കുന്നില്ല. യതീമിനെ ആദരിക്കണം എന്നുള്ള പടച്ചവന്റെ കൽപ്പനയാണ്. ഈ കൽപ്പന അവർ അനുസരിക്കുന്നില്ല. എന്താ അനുസരിക്കാത്തതിന്റെ കാരണം? യുകദ്ദിബു ബിദ്ദീൻ, പരലോകത്തെ കളവാക്കുന്നവരാണ്. പരലോകത്തെ കളവാക്കണോണ്ട് പരലോകം ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ യതീമിന്റെ ഭക്ഷണം അന്യായമായി തിന്നോ? ഇല്ല. യതീമിന് കൊടുക്കാനുള്ള അവകാശം, യതീമിന് കൊടുക്കാണ്ട് ഔദാര്യം കൊടുക്കാതിരിക്കോ? ഇല്ല. ഇനി വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞു അല്ലെ, ശക്തമായ പ്രേരണ മിസ്കീന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവർ കൊടുക്കുന്നില്ല. അത് തന്നെ പ്രേരിപ്പിക്കണില്ല, തനിക്ക് കൊടുക്കാൻ വേണ്ടി തനിക്ക് കൊടുക്കാൻ കഴിയൂല എന്നാൽ അവന്റെ കഴിവുള്ള അവന്റെ കുടുംബത്തിലുള്ള ആളുകൾ, അവന്റെ പരിചയത്തിലുള്ള ആളുകൾ, മറ്റുള്ളവർ പ്രേരിപ്പിക്കുക, ആർക്കും പ്രേരണ കൊടുക്കുന്നു. അപ്പൊ തനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക എന്നുള്ള ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്. അതും കൂടി ചെയ്യാത്തവർ അള്ളാഹു ശക്തമായി ശകാരിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യും. ഇപ്പൊ നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, കൊടുക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് കൊടുപ്പിക്കാനുള്ള ശ്രമം നടത്തുക. അതാണ് വെൽഫെയർ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ സംഘടനയുടെ കീഴിലും അല്ലാതെ നാട്ടിലെ ക്ലബ്ബുകളിലൂടെ ഒക്കെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ടാവും. അതിലൊക്കെ ഭാഗവാക്കാകുക എന്നുള്ളത് ഹറാമ് വരാതെ, നിഷിദ്ധങ്ങൾ വരാതെ നല്ല നിലക്കതിൽ കഴിയുന്ന പോലെ ഭാഗവാക്കുക എന്നുള്ള വിശ്വാസികളുടെ ബാധ്യതയാണ്. അതിൽ ഭാഗമാക്കണമെങ്കിൽ സ്വന്തം നിലക്കെങ്കിലും എന്ത് ചെയ്യണം, ചെയ്യുക. അവനവന്റെ കുടുംബത്തിൽ, അയൽവാസികളുടെ കൂട്ടത്തിൽ വളരെ സാധുവായ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ കൊടുക്കുക. എന്നെ കൊണ്ട് ഏതായാലും കഴിയൂല, ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പോവാണ്. അപ്പൊ എനിക്കറിയണ നല്ലൊരു പൈസ ഉള്ള പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന ആളുണ്ട്, അയാൾ പോയിട്ട് ഇങ്ങനെ അയൽവാസി ഉണ്ട്, മുപ്പർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല കാര്യമായിരുന്നു. ഇതുപോലും ചെയ്യാത്തവരെയാണ് അള്ളാഹു എന്ത് ചെയ്യണത്, ശക്തമായി പിന്നെ താക്കീത് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ വളരെയധികം പേടിക്കണം. എനിക്ക് പൈസ ഇല്ലല്ലോ, ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നാൽ നമ്മളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. പൈസ ഉള്ളവരെ കുറിച്ചാണോ പഠിച്ചോൻ പറയണത്? പൈസ ഉള്ളവർ കൊടുക്കുന്നതിനെ കുറിച്ചാണോ പറയണത്? അല്ല, പ്രേരണ കൊടുക്കാത്തതിനെ കുറിച്ചാണ് പറയണത്. ഉള്ളവരെടുത്ത് പോയി അവർക്ക് പ്രേരണ കൊടുക്കാത്തതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അത് നമുക്ക് ക്ലാസ്സുകളിലാകാം, നമ്മൾ കൂടുന്ന മീറ്റിങ്ങുകളിലാകാം, വ്യക്തിപരമായി കണ്ടുകൊണ്ടാകാം, അങ്ങനെയൊക്കെ പ്രേരണ കൊടുക്കാം. ബദ്ലുൽ ജാഹ് എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. എന്താ ബദ്ലുൽ ജാഹ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ മുഖസ്തുതി നമ്മൾ ഉപയോഗിക്കാം. നമ്മുടെ നമുക്കൊരു വാല്യൂ, ഒരു വില ഉണ്ടാവും സമൂഹത്തിൽ. ആ വില നമ്മൾ എന്തിനു ഉപയോഗിക്കുക? പടച്ചോന് വേണ്ടി ഉപയോഗിക്കാം, അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗിക്കാം. ഇപ്പൊ പിരിവിലൊക്കെ ഉണ്ടാവണം. എന്താ പിരിവിലുണ്ടാവണതാണ്? പിരിവ് നടത്തുമ്പോ നമ്മുടെ ജീവിതത്തിൽ എന്താ നമുക്ക് ചെലവാവണത്? നമ്മളെ വിലയാണ് നമുക്ക് ചെലവാവണത്. ഞാനിപ്പോ എങ്ങനെ അവനോട് ചോദിക്കുക? ഒരു മടി. ഇതെന്തുകൊണ്ടേ മടി? എനിക്കൊരു വില എൻ്റെ അടുത്തുണ്ട്, ആ വില ഇടിയൊന്ന് പേടിയാണ്. പക്ഷെ പടച്ചോനെ വേണ്ടി ചെലവാക്കിയതൊന്നും കുറയൂല. മൻ തറക ശൈഅൻ ലില്ലാഹി അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഖൈറത് പടച്ചോന് പകരം കൊടുക്കും. അതുകൊണ്ട് വലിയ പിരിവേർക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനം ഉണ്ടാവും. അള്ളാഹ് ഇഖ്ലാസോട് കൂടി പിരിക്കണോലാണെങ്കിൽ, പടച്ചോന് വേണ്ടി പിരിക്കണോലാണെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പോ അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ പറഞ്ഞ പാവപ്പെട്ട മിസ്കീന്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രേരണ കൊടുക്കാറുണ്ടെങ്കിൽ എന്തൊക്കെ പെടും? ഈ പറഞ്ഞ കളക്ഷനും, അതിനുവേണ്ടി പണിയെടുക്കലും, ഒരു വെൽഫെയർ പ്രവർത്തനത്തിൽ ഏർപ്പെടലും, അതിനുവേണ്ടി ആളുകളോട് പണം ചോദിക്കലും, നമ്മളെ കൊണ്ടാകുന്ന പോലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാകണം. ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവുന്ന വേറെ പുണ്യകർമ്മല്ല. ഇല്ലാത്തതിനെ പടച്ചു എന്ത് ശക്തമായി താക്കീത് ചെയ്യണം. താക്കീത് ചിലപ്പോഴാണ് ഒരു നിഷിദ്ധം ചെയ്യുമ്പോഴേ താക്കീത് ഉണ്ടാവുള്ളൂ.
അല്ലേ? പുണ്യകർമ്മത്തിന് കൂലിയേ പറയുള്ളൂ. ഒരു സുന്നത്തായ കാര്യം മാത്രമാണ്. മുസ്തഹബായ കാര്യമാണെങ്കിൽ കൂലി പറയും, ശിക്ഷ ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ താക്കീതാണ്. അല്ലെ? നരകം ഉറപ്പുള്ള പരലോകത്തെ കളവാക്കുന്ന ആളുകളുടെ ലക്ഷണമായാണ് പടച്ചോൻ ഇവിടെ യതീമിന് ഭക്ഷണം കൊടുക്കാൻ പ്രേരണ കൊടുക്കാത്തതിനെ പറയുന്നത്. അപ്പൊ നരകക്കാരുടെ ലക്ഷണമായിട്ടാണ് പടച്ചോൻ പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, അതും സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലാ തഹാദ്ദൂന അലാ തആമിൽ മിസ്കീൻ, ബല്ല തുക്രീമുൽ യതീം വലാ തഹാദ്ദൂന അലാ തആമിൽ മിസ്കീൻ. അല്ല, നിങ്ങൾ യതീമിനെ ആദരവ് കൊടുക്കുന്ന ആ യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്പര പ്രേരണ കൊടുക്കുന്നില്ല. അവിടെ പ്രയോഗിച്ച അങ്ങനെയാണ്. ഇവിടെ ശക്തമായി പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞു, ഇവിടെ പരസ്പര പ്രേരണ കൊടുക്കുക എന്ന് പറഞ്ഞു. ഹാല്ല എന്ന് പറഞ്ഞാൽ പരസ്പരം ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഒരാൾ മാത്രം ചെയ്താൽ പോരാ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? അത് ചെയ്യേണ്ടതുണ്ട്. ഒരു വിശ്വാസി സമൂഹത്തിന് എത്രത്തോളം, ഒരു വിശ്വാസിക്ക് തന്റെ സമൂഹത്തോട് എത്രത്തോളം കടപ്പാടുണ്ട് എന്നുള്ളത് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാവും. ഞാനും എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ കുട്ടികളും ഞാനും എൻ്റെ കുടുംബം എൻ്റെ ജോലിയും പറഞ്ഞ് ജീവിക്കേണ്ടവരല്ല ഒരിക്കലും വിശ്വാസികൾ. അത് വിശ്വാസികൾക്ക് ചേർന്ന പണിയല്ല. അവരവരുടെ സമൂഹത്തിന്റെ കാര്യത്തിൽ കഴിയുന്ന പോലെ ഇടപെടണം, അവരുടെ ചുറ്റുപാടിന്റെ കാര്യത്തിൽ ഇടപെടണം, അവന്റെ അയൽവാസികളുടെ കാര്യത്തിൽ ഇടപെടണം, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെടണം. ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാം ഒരേപോലെ കഴിയൂല. കഴിവിന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയും, അല്ലെ? അത് ഏറ്റവും മിനിമം ലെവലില് ചെയ്യാതിരിക്കുന്നവരായി പോകാൻ നമ്മൾ പാടില്ല. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പിന്നെ അള്ളാഹു പറയണത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. അപ്പൊ ആദ്യം പറഞ്ഞു എന്ത്? പരലോകത്തെ കളവാക്കുന്നവരാണ് ഇവർ. പരലോകത്തെ കളവാക്കുന്നതുകൊണ്ട് അള്ളാന്റെ കൽപ്പന അവർ അനുസരിക്കൂല എന്നുള്ള രണ്ട് അടയാളങ്ങൾ പറഞ്ഞു. എന്താണ്? മിസ്കീന്റെ ഭക്ഷണം കൊടുക്കൂല, അതിന്റെ പ്രേരണ കൊടുക്കൂല, യതീമിനെ ആട്ടിയകറ്റും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ കളവാക്കുന്നുണ്ട്. ഈ മേലെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അടിമകളുമായി ബന്ധപ്പെട്ട ഹക്കിൽ വരുത്തുന്ന വീഴ്ചയാണ്. അല്ലെ? മിസ്കീന്റെ കാര്യമാണെങ്കിലും യതീമിന്റെ കാര്യമാണെങ്കിലും പടച്ചോനോടുള്ള ഹക്കാണോ? അല്ല, അടിമകളോടുള്ള ഹക്കിൽ വരുത്തുന്ന വീഴ്ചയാണ്. ഇനി തൊട്ട് ശേഷം അള്ളാഹു പറയാണ് പടച്ചോനോടുള്ള ഏറ്റവും വലിയ ഹക്ക് എന്താ? ഒരു വിശ്വാസിയുടെ നിസ്കാരമാണ്. അതിലും വീഴ്ച വരുത്തുന്നവരാണ് അവർ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. അപ്പൊ അടിമകളോടുള്ള ഹക്കിലും വീഴ്ച വരുത്തുന്നവരാണ്, ഉടമയോടുള്ള ഹക്കിലും വീഴ്ച വരുത്തുന്നവരാണ്. അല്ലെ? അപ്പൊ പടച്ചോനോടുള്ള ഏറ്റവും വലിയ ഹക്ക് എന്താ? നിസ്കാരമാണ്. ആ നിസ്കരിക്കുന്നവരാണ് അവർ. പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവര് അശ്രദ്ധരാണ്. അല്ലെ? അശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ മുൻഗാമികൾ വിശദീകരിച്ചത് സമയത്ത് നിസ്കരിക്കാതിരിക്കുക. വളരെ ശക്തമായ താക്കീത് പ്രമാണങ്ങളിൽ വന്ന വിഷയമാണ് സമയത്ത് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത്. നിസ്കാരത്തിന്റെ സമയത്തിന്റെ അവസാനത്തെ കൊണ്ടുപോണതിനെ ശക്തമായ താക്കീത് ഒന്ന് കാണാൻ സാധിക്കും. അസ്ർ നിസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. പക്ഷെ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് വിശദീകരിക്കാം. അപ്പോ അത് സമയം തെറ്റിയിട്ടല്ല, സമയത്തിന്റെ ഉള്ളിലാണ്. പക്ഷെ അത് അവസാനത്തേക്ക് വെക്കണീന് മുനാഫിഖുകളുടെ നിസ്കാരമാണെന്നും പിശാചിന്റെ കൊമ്പിലാണോ പോയി സുജൂദ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ നിസ്കാരം സമയത്ത് നിർവഹിക്കുക, ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് വളരെ അധികം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നിസ്കാരം അതിന്റെ പിന്നെ ഷർത്തുകൾ പാലിക്കാതെ, റുക്നുകൾ പാലിക്കാതെ, വാജിബാത്തുകളൊന്നും പാലിക്കാതെ നിസ്കരിക്കുക വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ ആളുകൾ അശ്രദ്ധരായ ഒരു വിഷയമാണ്. അല്ലെ? നമ്മളെ പടച്ചോൻ പരലോകത്ത് ചോദ്യം ചെയ്യുന്ന ഒന്നാമത്തെ ഇബാദത്താണെന്ത്? നിസ്കാരം. അവ്വലു മാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു, അല്ലെങ്കിൽ അസ്സലാഹ്. ഈ നിസ്കാരത്തിന്റെ നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട കർമ്മ നിസ്കാരം. ഈ നിസ്കാരത്തിന്റെ വാജിബാത്ത് എന്തൊക്കെയാണ്, അർക്കാൻ എന്തൊക്കെയാണ്, ഷുറൂത്ത് എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ പാലിക്കണ്ടോ, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി പഠിച്ചിട്ടാണോ നമ്മൾ നിസ്കരിക്കുന്നത്? അല്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അത് ഉണ്ടെങ്കിലോ വലിയ ഗുണവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ സാധിക്കും, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ കണ്ടു അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ സിഫത്ത് മാത്രമല്ല, രൂപം മാത്രമല്ല അതിൽ വരിക. നിസ്കാരത്തിന്റെ റുക്ൻ എന്തൊക്കെയാ നമുക്ക് അറിയണം. അല്ലെങ്കിൽ പ്രശ്നം എന്താ? റുക്ൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, പാലിക്കേണ്ട വിഷയങ്ങളുണ്ടാവും, നമുക്ക് അറിയില്ല. വാജിബാത്ത് എന്തൊക്കെയാന്ന് അറിയണം. അല്ലെങ്കിൽ വാജിബാത്ത് നഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. മുസ്തഹബാത്തും മക്രൂഹാത്തും മുബ്തിലാത്തും, ചിലപ്പോൾ മുബ്തിലാത്തൊക്കെ നിസ്കാരത്തിൽ വന്നു പോയിട്ടുണ്ടാവും, അത് വന്നുകൂടോ ഇല്ലെന്ന് ചിലപ്പോൾ നമ്മൾ അറിയില്ല. അപ്പോ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ വന്ന് നിസ്കരിച്ചിട്ട് നിസ്കാരം ശരിയാവോ? ഇല്ല. മക്രൂഹാത്ത് വന്ന നിസ്കാരത്തിന്റെ കൂലി പോയി, കുറയും. വാജിബാത്ത് പോയ നിസ്കാരം തന്നെ ശരിയാവൂല. റുക്ന് പോയാൽ തീരെ ശരിയാവൂല. ഷർത്ത് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ എന്തൊക്കെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ, ഫർളുകൾ, വാജിബാത്തുകൾ, അതൊക്കെ പഠിച്ചറിഞ്ഞെന്ന് എന്ത് ചെയ്യണം?
നമ്മൾ നിർവഹിക്കണം. അത് പണ്ഡിതന്മാർ പഠിക്കേണ്ടതല്ല, അത് എല്ലാവരും പഠിക്കേണ്ടതാണ്. അല്ലാതെ എല്ലാ പടച്ചവനോട് നിസ്കാരം എന്ന ബാധ്യത ആർക്കൊക്കെ ഉണ്ടോ ഓലൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. അല്ലെ, ഫർളു ഐനാണ് നിസ്കാരം പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് വളരെയധികം ശ്രദ്ധ വേണം. റസൂലുള്ളാഹി ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ച ഒളു എടുത്തതുപോലെ ഒളു എടുക്കുകയും നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ അമൽ, അവന്റെ മുൻകഴിഞ്ഞ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടും. ആ വലിയ കൂലിയാണ് നഷ്ടപ്പെടും. ആ റസൂൽ ഒളു എടുത്ത പോലെ ഒളു എടുക്കുക, നിസ്കരിച്ച പോലെ നിസ്കരിക്കുന്ന എന്ന സംഭവം പോയാൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് വളരെയധികം ശ്രദ്ധ വേണം. അതിന്റെ സമയത്തിന്റെ വിഷയത്തിലും അതുപോലെ അതിന്റെ ഷർത്തുകളും റുക്നുകളും ഒക്കെ പാലിക്കുന്ന വിഷയത്തിലൊക്കെ പഠിച്ച് തന്നെ നമ്മൾ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ താക്കീത് വിശുദ്ധ ഖുർആനിലൂടെ പിന്നെ ചെയ്ത ഒരു വിഷയമാണ്. സൂറത്തുൻ നിസാഇന്റെ 142-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്, മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. വഹുവ ഖാദിഉഹും, എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹുവാണ് അവരെ വഞ്ചിക്കുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, എന്താ വഞ്ചന? എന്താ? നിസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായാണ് നിസ്കരിക്കുക. നിസ്കരിക്കാൻ നോക്കുമ്പോൾ മടി ഉണ്ടെങ്കിൽ അത് പടച്ചവനോടുള്ള വഞ്ചനയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പടച്ചവൻ അവരെ വഞ്ചിക്കുകയാണ്. എന്നിട്ടോ അവര് നിസ്കരിക്കണം എന്തിനാ? യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നിസ്കരിക്കുന്നത്. ഇവിടെ നിസ്കാരത്തിന്റെ അടയാളം എന്താ? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, കുറച്ച് മാത്രമേ നിസ്കാരത്തിൽ പടച്ചവനെ കുറിച്ച് അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളെ നിസ്കാരത്തിന്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കി. തക്ബീറത്തിലാറും കിട്ടി സലാം കിട്ടുമ്പോൾ എത്ര പടച്ചവൻ നമുക്ക് ഓർമ്മ ഉണ്ടായാലുണ്ട്. നമ്മളെ ഏർപ്പാടും ദുനിയാവും കുടുംബവും കുട്ടികളും പേരും എല്ലാം നിസ്കാരത്തിൽ നമുക്ക് ഓർമ്മ വരും. ഇത് ആരെ കുറിച്ചാണ് അള്ളാഹു പറയണത്? നിസ്കാരത്തിൽ പടച്ചവനെ കുറിച്ച് കുറച്ചേ ഓർക്കുള്ളൂ എന്ന്. മുനാഫിഖീങ്ങളെ കുറിച്ച്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തു തൗബയിൽ അള്ളാഹു പറയണത്, വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാല, മടിയന്മാരായി കണ്ടെല്ലാവരും നിസ്കാരത്തെ സമീപിക്കൂല. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, വെറുപ്പുള്ളവരായി കൊണ്ടെല്ലാവരും ചെലവഴിക്കും ചെയ്യൂല. സ്വതക്കെ കൊടുക്കണ്ടാവും, പക്ഷെ ഉള്ളില് കൊടുക്കണല്ലോ, ചോദിച്ച് കൊടുക്കല്ല, എന്താ ചെയ്യാ? ഇത് ആരെ ലക്ഷണാണ്? മുനാഫിഖീങ്ങളുടെ ലക്ഷണാണ്. പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരത്തിൽ മടിയോട് കൂടിയല്ലാതെ നിസ്കരിക്കൂല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു സൂറത്തു മറിയമിൽ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, വളരെ ശക്തമായ താക്കീതാണ്. അതായത് മുൻകാലഘട്ടക്കാരായ നല്ല മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് പിന്നെ പിൽക്കാലഘട്ടക്കാരെ കുറിച്ച് പറയാം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ഒരു പിൻഗാമികൾ വന്നു. നമ്മളെ കയ്യിൽ പെടുമെന്നാണ് നമ്മളൊക്കെ പേടിക്കേണ്ടത്. എന്താ ഒരു പ്രത്യേകത? അല്ലാഹുസ്സലാ, നിസ്കാരത്തിന്റെ വിഷയം അവർ പാഴാക്കി. നിസ്കാരം അവർ പാഴാക്കി. വത്തബഉ ശഹവാത്, ദേഹേച്ഛകൾ പിൻപറ്റി. ഫസൗഫ യൽഖൗന ഗയ്യാ, അതിന്റെ പരിണിത ഫലം, അതിന്റെ ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ, കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ ദേഹേച്ഛകളെ പിൻപറ്റിയ നിസ്കാരം പാഴാക്കുക, ഇതൊക്കെ വലിയ ശിക്ഷ അനുഭവിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ നമ്മൾ പറഞ്ഞു, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അല്ലെ? ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞ ആ ആയത്തിനെ ചിലര് വിശദീകരിച്ച് എങ്ങനെ വെച്ചാൽ, ജനങ്ങൾ കാണുമ്പോൾ മാത്രം നിസ്കരിക്കാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ മുനാഫിഖീങ്ങൾ ഇരുട്ടത്ത് സുബൈന്റെ ഇശാന്റെ ഒന്നും സമയത്ത് എന്തെയില്ല, ആരാ വന്നത് വരാത്തത് കാണൂല, ഇരുട്ടാണ്, വിളിച്ചുണ്ടാവൂല. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരങ്ങളിലൊന്നും ആരുണ്ടാവില്ല, മുനാഫിഖീങ്ങൾ ഉണ്ടാവില്ല. ദുഹൂറിനും അസറിനും മഗ്‌രിബിനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ആരുടെ ലക്ഷണാണ്? മുനാഫിഖീങ്ങളുടെ ലക്ഷണാണ്. ചില വക്തിന് മാത്രം വരാം. എത്രത്തോളം സ്വഹാബിമാർ പറഞ്ഞ കാണാൻ സാധിക്കും, ഞങ്ങളുടെ കൂട്ടത്തിൽ വമാ യതഖല്ലഫു മിന്നാ അനിൽ ജമാഅ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ജമാഅത്ത് നിസ്കാരത്തിനോട് അതിൽ നിന്ന് പിന്തി നിൽക്കുന്ന ആളുകൾ മുനാഫിഖാൻ ഞങ്ങൾക്ക് ഉറപ്പുള്ള ബോധ്യമുള്ള ആളുകൾ മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എല്ലാ വക്തും ജമാഅത്തിന് പള്ളി ഉണ്ടാവും. നമ്മളെ അവസ്ഥ എന്താ? അപ്പോ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇഖ്ലാസോടുകൂടി നിസ്കരിക്കൂല, പടച്ചറബിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടോ ശിക്ഷയിൽ നിന്ന് ഉള്ള ഭയം കൊണ്ടൊന്നും ആവൂല അവർ നിസ്കരിക്കാം.
ആളുകളുടെ അടുത്ത് എന്തെങ്കിലും ഉപകാരം കിട്ടണം. ആൾക്കാർ ഇന്നെ മറന്നുപോയാൽ പിന്നെ അടുത്ത എന്തെങ്കിലും വെൽഫെയർ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ കിട്ടൂല എന്ന് വിചാരിച്ചിട്ടൊക്കെ പള്ളിയിൽ വരുന്ന ആളുകളുണ്ടാവും. ഇനി അടുത്ത് എന്തെങ്കിലും ഒരു കിറ്റ് വരാകുമ്പോൾ എന്നെ ഓർമ്മ ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ത് വേണം, ഇടയ്ക്കിടയ്ക്കൊക്കെ പള്ളിയിൽ ഉണ്ടാവണം. ചില ആൾക്കാരെ കാണാം എന്തൊക്കെയോ സൈസാണ് പഠിച്ച റബ്ബേ. കല്യാണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ, കല്യാണം ആലോചിക്കുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ വാപ്പിയും മോനും പള്ളിയിൽ ഉണ്ടാവും ജമാഅത്തിന്. കല്യാണം കഴിഞ്ഞാൽ ഒരു പോയി, കല്യാണം അന്വേഷിക്കണീന്റെ ഒരു 6 മാസം മുമ്പും ഒരു പള്ളി ഉണ്ടാവില്ല. കല്യാണം ആലോചിക്കാൻ തുടങ്ങിയ അതിന്റെ ഒരു കൊല്ലം മുമ്പ് മുതൽ ഇങ്ങനെ ഒരു പള്ളിയിൽ ഉണ്ടാവും, ജമാഅത്തിൽ ഉണ്ടാവും, ക്ലാസ്സിലുണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. എന്താ ആൾക്കാർ ചോദിച്ചാൽ നല്ലത് പറയണം. സുബ്ഹാനല്ലാഹ്, എന്താ നിസ്കാരം കൊണ്ട് കാര്യം, എന്താ ഖുർആൻ ക്ലാസ് കൊണ്ട് കാര്യം? പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞ ആളുകളെ കാണിക്കാൻ, ദുനിയാവിലെ കുറെ കാര്യങ്ങൾ നേടാൻ, ആ പറഞ്ഞ സംഗതികളൊക്കെ ഇതിലുണ്ട്. അല്ലെ, മോളെ കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ, മോന്റെ കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് ആളുകൾക്ക് തെക്കുവാണ്ട് കൂടല്. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതൊന്നും നമ്മൾ വേറെയുള്ളവരെ അളക്കാനോ ഒരാളങ്ങനെ പള്ളിയിൽ വരുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താനോ അതിനെ ചീത്ത പറയാനോ വേണ്ടിയിട്ടല്ല ഇതൊന്നും പറയേണ്ടത്. അത് നമ്മൾ പോകാൻ പാടില്ല. അത് ഓലും പഠിച്ചവനായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിൽ പെടുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. പിന്നെ എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോടുള്ള പിന്നെ ബാധ്യത നിർവഹിക്കാത്തവരാണെന്ന് പറഞ്ഞു. പടച്ചവനോടുള്ള നിസ്കാരം എന്ന ബാധ്യത തന്നെ നിർവഹിക്കാത്തവരാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞു കഴിഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയണത്, മഖ്ലൂഖീങ്ങളെ വിഷയത്തിൽ തന്നെ അവര് പിന്നെ മഖ്ലൂഖീങ്ങളോട് ഇഹ്സാൻ ചെയ്യണില്ല, ഖാലിഖിനോടുള്ള ഇഹ്സാൻ നിർവഹിക്കുന്നില്ല. ഇനി എത്രത്തോളം പിശുക്കന്മാരും പിന്നെ ഇതുള്ളവരുമാണ് അവരെന്ന് ബോധ്യപ്പെടുത്താൻ എന്ത് പറഞ്ഞേ, ഇഹ്സാൻ ചെയ്തില്ല ഒരു കുറവും ഒരു പ്രശ്നവും വരാല്ലാത്ത കാര്യമാണെന്ന്. അവനാന്റെ പെരിയിൽ വെറുതെ കിടക്കുന്ന ഒരു പിക്കാസ് അയൽവാസി കൊണ്ടുപോയാൽ ഒന്നും കുറയല്ല, ഒരു കോട്ടും എനിക്ക് വരാനില്ല, പക്ഷെ അതുപോലും കൊടുക്കൂല. അപ്പൊ അത്രത്തോളം പിശുക്കുള്ള, അത്രത്തോളം മനസ്സ് ഇടുങ്ങിയ ആളുകളായിരിക്കും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതാണ് ഈ ആയത്തിന്റെ ഒരു തഫ്സീറായി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങൾ കുറച്ചുകൂടി വിശദമായി ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബ് ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനും അത് പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും അതിലേക്ക് ഉള്ള പ്രബോധനത്തിൽ ഭാഗവാക്കാകാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിതാബിലും സുന്നത്തിലും സലഫിന്റെ ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ മാർഗത്തിൽ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം നിലനിർത്തി അങ്ങനെ തന്നെ അല്ലാഹു ദുനിയാവിൽ നിന്ന് നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമുക്ക് നന്മകളിലുള്ള വർധനവാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണം എല്ലാ ഷെറുകളിൽ നിന്നുമുള്ള റാഹത്താക്കി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പ്രലോകത്ത് അവന്റെ അതിവിശാലമായ കാരുണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും സത്യവിശ്വാസികളുടെ കൂടെ, സച്ചരിതരുടെ കൂടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട്, പാപമോചനം കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.